ഹായ്, ഇത് നിങ്ങളുടെ ബൈജു ആണ്. SME നിന്ന് ചില കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കേസുണ്ട്. ഓക്കെ, സാധാരണ ഒരു കാൻഡിൽസ്റ്റിക് ആണ് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു കാൻഡിൽസ്റ്റിക് നിങ്ങൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ കാൻഡിൽസ്റ്റിക്കിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുക? ആകപ്പാടെ കാണാൻ പറ്റുന്നത് ഓപ്പൺ, ഹൈ, ക്ലോസ്, ലോ മാത്രമേ കാണാൻ പറ്റൂ. ഒരു ദിവസത്തെ ക്യാൻഡിലാണ്. ഞാൻ ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ് വെച്ചിട്ട് എന്താ പറയുക, അനാലിസിസ് ചെയ്യുന്ന രീതിയോ ഒന്നുമല്ല ഞാൻ നിങ്ങളത് പറയുന്നത് കേട്ടോ. ഒരൊറ്റ ക്യാൻഡിൽ ഇത്രയും ഇൻഫർമേഷൻ മാത്രം നിങ്ങൾക്ക് കിട്ടും. അതേസമയം ഒരു ഓപ്ഷൻ തിയറി ബേസ് ചെയ്തിട്ട് ഒരു ചാർട്ടിംഗ് ടെക്നിക്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റിന് ആരാണ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, നെക്സ്റ്റ് ഡേയ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ മുഴുവനും നിങ്ങൾക്ക് എവിടെ കിട്ടും? ഒരു ഓപ്ഷൻ തിയറി ബേസ് ചെയ്തുള്ള ചാർട്ടിൽ കിട്ടും. ഒരു കാൻഡിൽസ്റ്റിക് ചാർട്ടും ഒരു ഓപ്ഷൻ തിയറി ബേസ്ഡ് ചാർട്ടും തമ്മിലുള്ള വളരെയധികം ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഓപ്ഷൻ തിയറി ചാർട്ടിനകത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഡേക്ക് വേണ്ടി അനാലിസിസ് ചെയ്ത് പ്രിപ്പയർ ആകുന്നത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ.